അസ്സലാമലൈക്കും. ഇന്നിതാ പഴയൊരു കപ്പാണ് എടുത്തിട്ടുള്ളത്. ഈ കപ്പിനെ നമുക്കൊന്ന് പുതിയ ലുക്കാക്കിയാലോ? വളരെ സിമ്പിളായിട്ടുള്ള നല്ലൊരു ഐഡിയ ആണ്. അപ്പോൾ അതിനായിട്ട് ഇതാ കപ്പിൻ്റെ മുകളിലൊന്ന് പെയിൻറ്റ് കൊടുക്കുക. അപ്പോൾ ഞാനിതാ ബ്ലാക്ക് കളറാണ് കൊടുക്കുന്നത്. നമുക്കിഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാം കേട്ടോ. പിന്നെ പെയിൻറ്റ് കൊടുക്കുമ്പോൾ ബ്രഷിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല കേട്ടോ. ഒരു സ്പോഞ്ചിൻ്റെ ഇതേപോലുള്ളൊരു സ്പോഞ്ചിൻ്റെ ആവശ്യമേ ഉള്ളൂ കേട്ടോ. ഇനി ഇതില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കിച്ചണിൽ ഉണ്ടാവുമല്ലോ, പാത്രം കഴുകാൻ യൂസ് ചെയ്യുന്ന ആ സ്പഞ്ച് ഉണ്ടാവുമല്ലോ, അതിൽ നിന്നൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ അതും ഇല്ലയെന്നുണ്ടെങ്കിൽ പേപ്പർ ഒന്ന് ചുരുട്ടുക, പെയിൻറ്റിൽ ഡിപ്പ് ചെയ്യുക, ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. ഫുള്ളായിട്ട് പെയിൻറ്റ് ഒന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ. പെയിൻറ്റ് ബ്രഷ് നോണ്ട് ചെയ്യുന്നതും ഇതുകൊണ്ട് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ഇതിന് വേറൊരു ടെക്സ്ചർ കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാട്ടോ ഞാനിത് വെച്ചിട്ട് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഉൾഭാഗത്തും കൂടി ചെയ്ത് കൊടുക്കണേ. ഉൾഭാഗത്ത് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് വേറെ പെയിൻറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ സ്പഞ്ചിൻ്റെ മുകളിലുള്ള പെയിൻറ്റ് തന്നെ ഉൾഭാഗത്തും കൂടി ആക്കി കൊടുക്കുക. പിന്നെ ഫൈനലായിട്ട് എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഡോട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാനിപ്പോൾ ഒരു കോട്ടേ കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഒരു കോട്ടും കൂടി കൊടുക്കുക. അപ്പോൾ അത് ഉണങ്ങാനാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതൊന്നും കൂടി അട്രാക്ഷൻ ആക്കേണ്ടത് നമുക്ക് ആവശ്യം എന്താ, നമ്മുടെ ഈ കപ്പ് അട്രാക്ഷൻ ആക്കുക. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ ക്ലേ ആണ് കേട്ടോ എടുക്കുന്നത്. ക്ലേ വെച്ചിട്ട് അടിപൊളി ഫ്ലവർ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ കളർ ക്ലേ ആണ് എടുത്തിട്ടുള്ളത്. ഇത് വെച്ചിട്ട് ക്ലേ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു പീസ് എടുക്കുക, എന്നിട്ട് നല്ലതുപോലെ കയ്യിൽ വെച്ചിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് തിന്നാക്കിയെടുക്കുക. കണ്ടില്ലേ? ഇതേപോലെ നല്ലതുപോലെ തിന്നാക്കാൻ നോക്കാം കേട്ടോ. എത്രത്തോളം നമുക്ക് തിന്നാക്കാൻ പറ്റും അത്രയും തിന്നാക്കിയിട്ട് തന്നെ എടുക്കാം കേട്ടോ. ഇനി ഇതിനെ ജസ്റ്റ് ഒന്ന് റോളാക്കി ഇതേപോലെ ഈ വിരലിങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി കേട്ടോ. റോളാക്കുക. കണ്ടില്ലേ? ഫസ്റ്റ് ഒന്ന് ടൈറ്റാക്കിയിട്ട് റോളാക്കുക, പിന്നെ ഒന്ന് ലൂസാക്കിയിട്ട് ചെയ്യാം കേട്ടോ. കണ്ടില്ലേ? ഇതുപോലെ. ഇനി അതിൻ്റെ താഴെ ഭാഗത്ത് വരുന്ന ഭാഗം ഒന്ന് മുറിച്ച് മാറ്റിയിട്ട് വിരൽ വെച്ചിട്ട് ഇതിൻ്റെ ഇതളിനൊന്ന് വിരിഞ്ഞ് വരുന്ന ആ ഒരു ലുക്കാക്കി എടുക്കണ്ടേ. പിന്നെ താഴെ ഭാഗത്ത് മുറിച്ച് മാറ്റിയില്ലേ, ആ പീസിനെ പിന്നെയും ഇതേപോലെ തിന്നാക്കി എടുത്തിട്ട് ഇതൾ സെറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ ഓരോ ഇതളുകളും സെറ്റ് ചെയ്യുക. നമുക്ക് എത്ര വലിയ ഫ്ലവറാണ് വേണ്ടത് അതിനനുസരിച്ച് ഇതൾ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഈ ഒരു കപ്പിലേക്ക് ഒട്ടിക്കാൻ ഒരുപാട് വലിയ ഫ്ലവറിൻ്റെ ആവശ്യമില്ല കേട്ടോ. ചെറിയ ചെറിയ ഫ്ലവേഴ്സായിട്ട് ആയിരിക്കും ഒന്നുകൂടി ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാൻ അധികം വലുതല്ല ഉണ്ടാക്കുന്നത്, ഒരു മീഡിയം സൈസിലുള്ള ഫ്ലവറായിട്ടോ സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇനിയും ഇതളുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ എന്താ പറയുക, നല്ല തിന്നാക്കിയെടുക്കുക, എന്നിട്ട് ഇതളുകൾ സെറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ മനസ്സിലായല്ലോ ഫ്ലവർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നല്ലതുപോലെ തിന്നാക്കിയെടുക്കുക, എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് റോളാക്കുക. റോളാക്കുമ്പോൾ ഫസ്റ്റ് ഒന്ന് ടൈറ്റാക്കിയിട്ട് പിന്നെ ലൂസാക്കി റോളാക്കുക. പിന്നെ താഴെ വരുന്ന ഭാഗം മുറിച്ച് മാറ്റുക. പിന്നെ എന്താ പറയുക, ജസ്റ്റ് വിരൽ വെച്ചിട്ടൊന്ന് ഇതളൊന്ന് സെറ്റാക്കി എടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഒരുപാട് വലിയ ഫ്ലവറാണെങ്കിൽ ഇതളിങ്ങനെ സെറ്റ് ചെയ്യാനായിട്ട് തിന്നായ പീസുകൾ എടുത്തിട്ട് ഇതേപോലെ ഇതെല്ലാം സെറ്റാക്കി കൊടുത്താൽ മതി കേട്ടോ. ഇതേപോലെയുള്ള ഫ്ലവേഴ്സ് കുറച്ച് ആവശ്യമുണ്ട്. പിന്നെ കുഞ്ഞ് ഫ്ലവേഴ്സ് ഉണ്ടാവുമല്ലോ, കുഞ്ഞ് ഫ്ലവേഴ്സ് എന്ന് വെച്ചാൽ മൊട്ട് വിരിഞ്ഞ പാടുള്ളത് ആ ഒരു ലുക്കിലുള്ളതും, പിന്നെ വിരിയാനുള്ള ഒരു മൊട്ടിൻ്റെ ആ ഒരു ലുക്ക് ഉണ്ടല്ലോ, ആ ഒരു ലുക്കിലുള്ള ഫ്ലവേഴ്സും കൂടി ആട്ടോ ഞാൻ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതും ഇതേപോലെ തന്നെ ജസ്റ്റ് തിന്നാക്കി എടുക്കുക. എന്നിട്ട് ഒന്ന് റോളാക്കുന്നുണ്ട്, കണ്ടില്ലേ? എന്നിട്ട് അത്രയും മതി. അപ്പോൾ കട്ട് ചെയ്തു, കണ്ടില്ലേ? ഇത് മതി. എന്നിട്ട് അതിൻ്റെ താഴെ ഭാഗത്ത് എക്സ്ട്രാ വരുന്നത് എടുക്കുക, എന്നിട്ട് അതിലേക്ക് ചെറിയൊരു ഇതുള്ളത് സെറ്റ് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. അതേപോലത്തെ കുറച്ച് ഫ്ലവേഴ്സ് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടില്ലേ? ഇതേപോലെ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള എന്താ പറയുക, എത്രയാണോ നമുക്ക് ഫ്ലവറിൻ്റെ വലിപ്പം, എങ്ങനത്തെ ഫ്ലവറാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് നമുക്കിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കളർ ക്ലേ തന്നെ വേണമെന്നില്ല കേട്ടോ. നമുക്ക് മറ്റേ ക്ലേ ആയാലും അതിന് നമുക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്തെടുത്താൽ മതി. നമുക്ക് കളർ ചൂസ് ചെയ്തെടുത്ത് പെയിൻറ്റ് കൊടുത്താൽ മതി കേട്ടോ. അത്രയേ ഉള്ളൂ. പിന്നെ ഇതുപോലെ കുറച്ച് ഫ്ലവേഴ്സ് വേണം. ഞാനിവിടെ കളർഫുള്ളായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പല കളേഴ്സിലും ഇങ്ങനെ ഫ്ലവേഴ്സ് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതെല്ലാം ഇതിൽ കാണിക്കുന്നില്ല. അപ്പോൾ ഫ്ലവർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ജസ്റ്റ് മനസ്സിലായാൽ മതിയല്ലോ, ബാക്കിയൊക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പല സൈസിലുള്ള കുറച്ച് ഫ്ലവേഴ്സ് സെറ്റാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും കുഞ്ഞ് എന്താ പറയുക, മൊട്ടിൽ നിന്ന് വിരിഞ്ഞിട്ടുള്ള ആ ഒരു ലുക്കും കൂടി സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ
ഞാനിതാ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. കണ്ടല്ലോ, നമുക്ക് കളർഫുൾ ആണല്ലോ ആവശ്യം. അപ്പം ഞാനിതാ കുറച്ച് കളേഴ്സ് തന്നെയായിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ കളേഴ്സൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് കളർ, ഒറ്റ കളറിൽ മതി എന്നുണ്ടെങ്കിൽ ഒറ്റ കളർ ചൂസ് ചെയ്താൽ മതി. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. അപ്പോൾ ഇതെല്ലാം ഒന്ന് നമുക്ക് എന്ത് ചെയ്യണം, അറേഞ്ച് ചെയ്തെടുക്കണം. പിന്നെ കുറച്ച് ലീഫും കൂടി സെറ്റ് ചെയ്തെടുക്കണേ. അപ്പം ഞാൻ അതിനായിട്ട് ഗ്രീൻ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കുറച്ച്, അത് നല്ല തിന്നാവണ്ട കേട്ടോ, കുറച്ച് കട്ടിയിൽ വേണേ. എന്നിട്ട് ഒരു ലീഫിൻ്റെ ഷേപ്പിൽ സിമ്പിളായിട്ടുള്ള ഒരു ലീഫ്, നമുക്ക് അറിയാവുന്ന ഒരു ലീഫ് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ക്ലേ കൊണ്ടൊക്കെ ലീഫ് സെറ്റ് ചെയ്യാൻ നല്ല സുഖമാണ്, വേഗം ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുത്തിട്ട് പിന്നെ കത്രികേൻ്റെ ആ ഒരു സൈഡ് കൊണ്ട് തന്നെ ആ ഒരു ലൈൻസൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെയിൻസൊക്കെ ഉണ്ടാകുന്ന ആ ഒരു അതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടല്ലോ, ഇതേപോലെ ഒന്ന് സെറ്റാക്കി കൊടുക്കുക. കുറച്ച് ലീഫ്, ഒരു 4-5 ലീഫും കൂടിയും സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഫ്ലവർ സെറ്റ് ചെയ്ത് കണ്ടല്ലോ, പല കളേഴ്സിലും സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്കൊന്ന് നമ്മുടെ ബോട്ടിലല്ല, കപ്പിൽ സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ കപ്പ് നല്ലതുപോലെ ഉണങ്ങി അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലവർ സെറ്റ് ചെയ്തെടുക്കാം. മുകളിലാണോ താഴത്താണോ വെക്കേണ്ടതെന്നൊക്കെ ഒന്ന് ഞാൻ നോക്കാം കേട്ടോ. അപ്പോൾ താഴത്ത് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. മുകളിലേക്ക് ഇങ്ങനെ ഫ്ലവർ വരുന്ന രീതിയിലാണ് കേട്ടോ വേണ്ടത്. ആദ്യം ഞാൻ താഴെ ഭാഗത്തേക്ക് വെച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ ആദ്യം നമ്മളൊന്ന് വെച്ച് നോക്കണം കേട്ടോ. അങ്ങനെ ചെയ്ത് നോക്കും, എന്നിട്ട് മാത്രം ഗ്ലൂ അപ്ലൈ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കറക്റ്റ് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് വെച്ച് നോക്കിയതിന് ശേഷം ആണ് കേട്ടോ അത് ചെയ്തെടുക്കുന്നത്. പിന്നെ ഓരോ പല കളറിലായതുകൊണ്ട് തന്നെ ഒരു കളറ് ബ്ലൂ ആണെങ്കിൽ അടുത്തത് റെഡ് കൊടുക്കുക, അങ്ങനെ പല കളേഴ്സിലും ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ താഴെ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ, താഴെ കുറച്ച് ഫ്ലവറും മുകളിലേക്ക് വരുമ്പോൾ കുറച്ച് ഫ്ലവർ കൂടിയിട്ടും അങ്ങനെ കേട്ടോ ചെയ്തെടുക്കുന്നത്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യുക. ഇനി ഇതേപോലെ വേണ്ട, കുറച്ച് ഫ്ലവേഴ്സ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാനാണെങ്കിൽ അങ്ങനെയും സെറ്റ് ചെയ്യുക. അതൊക്കെ നമ്മുടെ ചോയ്സാണ് കേട്ടോ, എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത്. പിന്നെ ഞാനിതാ ഈ ഒരു ലുക്കിലാട്ടോ ചെയ്യുന്നത്. പിന്നെ കുഞ്ഞ് ആ മൊട്ട് വിരിയുന്ന ആ ഒരു ലുക്കിലുള്ള ചെയ്തില്ലേ, അതൊക്കെ പിന്നെ സൈഡിലൊക്കെ ആയിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഈ ഒരു ഫ്ലവേഴ്സ് തന്നെ വരുമ്പോൾ കപ്പിൻ്റെ ആ ലുക്ക് തന്നെ മാറിയില്ലേ. പഴയ കപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ പൊട്ട് വന്നിട്ട് ഒരു വര വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ആ ഒരു കപ്പാണെന്നോ ഒന്നും തോന്നാത്ത രീതിയിൽ തന്നെ നമുക്ക് അടിപൊളിയാക്കി എടുക്കാം. എത്ര ക്യാഷ് കൊടുത്താലും നമുക്ക് ഇതേപോലെ നമ്മൾ ഉണ്ടാക്കുന്നത് പോലെ നമുക്കാവില്ലല്ലോ. അപ്പോൾ ഇതേപോലെ തന്നെ പല ഡെക്കറേറ്റീവ് ഐറ്റംസ് കപ്പിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. ഇതേപോലെയുള്ള കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ എന്തായാലും ക്ലേ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ക്ലേ വാങ്ങാൻ വലിയ പ്രൈസൊന്നും വരുന്നില്ല കേട്ടോ. പിന്നെ എന്തായാലും കപ്പ് ഏതെങ്കിലും ഒരെണ്ണെങ്കിലും നമ്മൾ കളയാനാക്കി മാറ്റി വെച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു കപ്പ് എടുത്തിട്ട് ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല രസമല്ലേ നമ്മൾ തന്നെ ചെയ്ത് നമ്മളെ വീട്ടിൽ അതൊരു ഡെക്കറേറ്റീവ് ആയി വെക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ചെയ്ത് നോക്കിയാൽ പിന്നെ നമുക്ക് ഇൻട്രസ്റ്റ് ആവും കേട്ടോ, പിന്നെയും ചെയ്ത് നോക്കാൻ. അപ്പം അതെല്ലാം ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഒട്ടിക്കുന്നതൊന്നും പ്രത്യേകിച്ച് പറയാനില്ലാത്തത് കൊണ്ടാണ് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കുക. പിന്നെ ഇനി ലീഫോ കാര്യങ്ങളോ വേണമെങ്കിൽ അതുങ്ങളും ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ ഫ്ലവേഴ്സ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ പെയിൻ്റ് ഉള്ളിലും കൊടുക്കണമെന്ന്. എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഫ്ലവേഴ്സ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാതെ വെക്കുകയാണെങ്കിൽ ഉൾഭാഗം വൈറ്റായി കാണരുതല്ലോ, അതിനാണ് കേട്ടോ ബ്ലാക്ക് തന്നെ കൊടുക്കാൻ പറഞ്ഞത്. പിന്നെ ഇതിൽ ഫ്ലവേഴ്സ് ഒന്നും സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ പുറമേ കപ്പിൽ ഫ്ലവറാണല്ലോ വരുന്നത്. എന്നാലും ഞാനൊന്ന് ഫ്ലവേഴ്സൊക്കെ വെച്ച് നോക്കുന്നുണ്ട്. ടിഷ്യൂ വെച്ചിട്ടുള്ള ഫ്ലവേഴ്സ് ആട്ടോ അത്. അപ്പോൾ വെച്ച് നോക്ക്. പക്ഷേ അതൊരു ഭംഗി കപ്പിനൊരു ഭംഗി ഇല്ലാത്തതുകൊണ്ട് പിന്നെ വൈറ്റ് വെച്ച് നോക്കുന്നുണ്ട്. പിന്നെ മിക്സാക്കി വെച്ച് കൊടുക്കുന്നുണ്ട്, എല്ലാം വെച്ച് നോക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ഫൈനലായിട്ട് വൈറ്റ് തന്നെ വെച്ച് കൊടുത്തിട്ടോ. കണ്ടില്ലേ, ഇനി ഫ്ലവറൊന്നും വെച്ചിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. എങ്ങനെയാണോ വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ട്രൈ ചെയ്തതിന് ശേഷമുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻസ് കൂടെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഇൻസ്റ്റഗ്രാം ഐ ഡി ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. വല്ല ക്രിയേഷൻ തന്നെയാണ് കേട്ടോ അതിൻ്റെ ഐ ഡി. അതിൽ ഞാൻ അത്ര ആക്റ്റീവല്ല, എന്നാലും നിങ്ങൾ എന്തെങ്കിലും സംശയമോ കാര്യങ്ങൾ ചോദിച്ചാൽ ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ ഇതേപോലുള്ള വെറൈറ്റി ഐഡിയാസായിട്ട് ഇൻഷാ അല്ലാഹ് ഇനിയും വരാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ.